പെർഫോം ചെയ്ത് ഒരു ഒന്നാം സ്ഥാനം നേടുക എന്ന് പറയുന്നത് വളരെ വലിയൊരു ടാസ്ക്കാണ്. കാരണം ശ്വാസം അത്രയും നമുക്ക് ഡിഫിക്കൽട്ടാണ്. നമുക്ക് ആ ഒരു ക്ലൈമറ്റിൽ കുട്ടികൾ മത്സരിക്കുക എന്ന് പറയാം. അപ്പം നമ്മുടെ സ്കൂളിൽ കഴിഞ്ഞ വർഷങ്ങളിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഒരു ഫുട്ബോൾ അക്കാഡമി നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. കാരണം നമുക്കൊരു ബേസ്, ഒരു അക്കാഡമിയുടെ ഒരു ഫോമിൽ മാത്രമേ നമുക്ക് ഒരു പ്രോപ്പറായിട്ടൊരു കോച്ചിങ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തുള്ളായിരുന്നു. അത് വെച്ചിട്ട് നമുക്ക് കൊല്ലം ബേസ്ഡ് ആയിട്ടുള്ള എജൂസ്പോ എന്ന് പറഞ്ഞൊരു ഫുട്ബോൾ അക്കാഡമി നമ്മുടെ 3 വർഷമായിട്ട് തുടർന്നു വരുന്ന ക്യാമ്പുകൾ, കുട്ടികളുടെ പെർഫോമൻസും ജില്ലാ തലത്തിലുള്ള കുട്ടികളുടെ മികവുകളും കണ്ടിട്ട് അവർ നമ്മുടെ സ്കൂളിൽ അപ്രോച്ച് ചെയ്തു. നമ്മുടെ സ്കൂളിൽ ഒരു കോച്ചിങ് സെൻറ്റർ ആരംഭിക്കണം എന്നുള്ളത് വെച്ചു. നമ്മുടെ 4 ഏക്കർ ഗ്രൗണ്ടിൽ അവർ അത്തരത്തിൽ ഒരു പ്രാക്ടീസ് നമ്മൾ കഴിഞ്ഞ ഈ വർഷങ്ങളായിട്ട് നമ്മൾ തുടർന്നു വരുന്നു. കാരണം എജൂസ്പോ ഫുട്ബോൾ അക്കാഡമിയുടെ കോച്ചസായിട്ട് നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത് കോച്ചായിട്ടുള്ള ജിബിൻ JR ഉണ്ട്. അതേപോലെ ധ്യാനാണ് ഈ കുട്ടികളെ ഇപ്പോൾ ഊട്ടിയിൽ കൊണ്ടുപോയി നമ്മുടെ ഈ സെൻറ്ററിൽ നിന്ന്, നമ്മുടെ ഈ സെൻറ്റർ ചണ്ണപ്പട്ട മർത്തോണ ഹൈസ്കൂളിൽ ഈ സെൻറ്ററിൽ നിന്ന് 8 കുട്ടികൾക്കാണ് നമ്മുടെ സെലക്ഷൻ കിട്ടിയത്. അപ്പം ഈ കുട്ടികളുടെ എല്ലാം അസിസ്റ്റന്റ് കോച്ചായിട്ട് ധ്യാൻ നമ്മുടെ കുട്ടികളെ കൊണ്ട് ഊട്ടിയിൽ പോയി. ധ്യാനം ജിബിനോടുള്ള വളരെയധികം നന്ദി അറിയിക്കുന്നു.